നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇന്ത്യൻ ഹിസ്റ്ററി, സിലബസിലെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നുള്ള അഡ്വെന്റ് ഓഫ് യൂറോപ്യൻസ് എന്നുള്ള ഭാഗമാണ്. നമുക്കിതിനു മുന്നേ മിഡീവിയൽ ഹിസ്റ്ററിയും ഏൻഷ്യൻ ഹിസ്റ്ററിയും ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് ഇതിനു ശേഷമാണ്. കാരണം സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഈ അഡ്വെന്റ്സ് ഓഫ് ദ യൂറോപ്യൻസ് മുതലുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അഡ്വെന്റ് ഓഫ് ദ യൂറോപ്യൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് പോർച്ചുഗീസുകാരെ കുറിച്ചും ഡച്ചുകാരെ കുറിച്ചും ബ്രിട്ടീഷുകാരെ കുറിച്ചും ആൻഡ് ഓൾസോ ഫ്രഞ്ചുകാരെ കുറിച്ചുമാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പം സിൻസ് ദ ഇൻഡസ് വാലി സിവിലൈസേഷന്റെ കാലം തൊട്ട് ഇന്ത്യ ഒരു ഫേവറേറ്റ് ട്രേഡിംഗ് ഡെസ്റ്റിനേഷൻ ആണ്. യൂറോപ്യൻസിന്റേതായാലും ഏത് രാജ്യക്കാരുടേതായാലും ഫേവറേറ്റ് ട്രേഡിംഗ് ഡെസ്റ്റിനേഷൻ ആയിരുന്നു ഇന്ത്യ. എന്നിരുന്നാൽ തന്നെയും ഇന്ത്യയിൽ മോഡേൺ കൊമേഴ്സ് ആരംഭിച്ചത് വാസ്കോ ഡ ഗാമയുടെ വരവോടുകൂടിയാണ്. വാസ്കോ ഡ ഗാമ ആരാണെന്ന് നമുക്കൊക്കെ അറിയാം. പോർട്ടുഗീസ് എക്സ്പ്ലോറർ ആണ്. അദ്ദേഹം വന്നിറങ്ങിയത് 1498 കേരളത്തിലെ കാലിക്കട്ടിലാണ്. Soon various trading companies began to build fortifications known as factories and had built territorial ambitions as well. വാസ്കോ ഡ ഗാമയുടെ വരവോടുകൂടിയാണ്, വാസ്കോ ഡ ഗാമയുടെ വരവിനെ തുടർന്നാണ് മറ്റുള്ള യൂറോപ്യൻസും ഇന്ത്യയിലേക്ക് വരാൻ തുടങ്ങിയതും ഇവിടെ ഫാക്ടറീസ് സ്ഥാപിക്കാൻ തുടങ്ങിയതും മാത്രമല്ല അവർക്കിവിടെ ടെറിട്ടോറിയൽ അംബിഷൻസ് ഉണ്ടാകാൻ തുടങ്ങിയതും. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പോർച്ചുഗീസുകാരെ കുറിച്ചാണ്. ദ പോർച്ചുഗീസ് വേർ ദ ഫസ്റ്റ് യൂറോപ്യൻ ടു ഡിസ്കവർ ദ സീ റൂട്ട് ടു ഇന്ത്യ. ഇന്ത്യയിലേക്കുള്ള സീ റൂട്ട് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത് അല്ലെങ്കിൽ കണ്ടെത്തിയത്, എക്സ്പ്ലോർ ചെയ്തത് പോർച്ചുഗീസ് ആയിരുന്നു. വാസ്കോ ഡ ഗാമ കോഴിക്കോടെ കാപ്പാട് എത്തിയത് മെയ് 20, 1498 ആൻഡ് ഹി വാസ് വാംലി വെൽക്കംഡ് ബൈ സാമോറിയൻ. അപ്പം ഇങ്ങനെ ഒരു എക്സ്പ്ലോറർ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നാവികൻ വന്നിറങ്ങിയപ്പോൾ, പോർച്ചുഗീസുകാരൻ വന്നിറങ്ങിയപ്പോൾ അദ്ദേഹത്തെ ആദ്യം നമ്മുടെ സാമൂതിരിയൊക്കെ സന്തോഷത്തോടു കൂടിയാണ് വെൽക്കം ചെയ്തത്. അവർ നമ്മുടെ രാജ്യവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കേരളവുമായിട്ട് ട്രേഡിൽ ഏർപ്പെടുകയും അത് വളർന്നു വരികയും ചെയ്തിരുന്നു. പിന്നീട് ഇനി വാസ്കോ ഡ ഗാമയെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. വാസ്കോ ഡ ഗാമ സെയിൽ ചെയ്തു വന്നത്, ഹി സെയിൽഡ് ത്രൂ ദ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് മുനമ്പ് ചുറ്റിയാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്കുള്ള ട്രേഡിംഗ് റൂട്ട്, അതായത് നേവൽ ട്രേഡിംഗ് റൂട്ട് കണ്ടുപിടിച്ചത്. അതുപോലെ തന്നെ ഇനി പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഫാക്ച്വൽ പോയിന്റ്സ് ആണ്. നമുക്ക് ഫസ്റ്റ് ഗവർണർ ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ വാസ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പോർച്ചുഗീസ് ഗവർണർ. ഹി കൺസ്ട്രക്റ്റഡ് അഞ്ചേദീവ ഫോർട്ട്. അഞ്ചേദീവ ഫോർട്ട് എന്ന് പറയുന്ന ഒരു ഫോർട്ട് ഇദ്ദേഹം അഞ്ചേദീവ ഐലൻഡിൽ കൺസ്ട്രക്ട് ചെയ്തു. അതുപോലെ തന്നെ അതിനുശേഷം കണ്ണൂരിലെ കോലത്തിരി അദ്ദേഹത്തിന് പെർമിഷൻ കൊടുത്തു ടു ബിൽഡ് എ ഫോർട്ട് അറ്റ് സെന്റ് ആഞ്ചലോയിൽ ഒരു ഫോർട്ട് നിർമ്മിക്കാൻ കണ്ണൂരിലെ കോലത്തിരി നമ്മുടെ ഫ്രാൻസിസ്കോ ഡി അൽമേഡയ്ക്ക് പെർമിഷൻ കൊടുത്തു. അപ്പം കണ്ണൂരിലെ സെന്റ് ആഞ്ചലോ ഫോർട്ട് നിർമ്മിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ഫ്രാൻസിസ്കോ ഡി അൽമേഡ ആണെന്ന് പറയാം. ഈ ഫ്രാൻസിസ്കോ ഡി അൽമേഡയാണ് ബ്ലൂ വാട്ടർ പോളിസിയുടെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന് ശേഷം അൽഫോൺസോ ഡി ആൽബുക്കർക്ക് എന്ന യൂറോപ്യൻ പോർച്ചുഗീസുകാരൻ ഇന്ത്യയുടെ പോർച്ചുഗീസ് ഗവർണറായിട്ട് വന്നു. ഹി ക്യാപ്ചേർഡ് ഗോവ ഫ്രം ബീജാപൂർ ഇൻ 1510. 1510 ബീജാപൂരിന്റെ കയ്യിൽ നിന്നും ഗോവ പിടിച്ചടക്കി അൽഫോൺസോ ഡി ആൽബുക്കർക്ക്. അതിനുശേഷം ഗോവ ബിക്കെയിം ദ ക്യാപിറ്റൽ ഓഫ് പോർച്ചുഗീസ്. അപ്പം ഈ 1510 അൽഫോൺസോ ഡി ആൽബുക്കർക്ക് ബീജാപൂരിന്റെ കയ്യിൽ നിന്നും ഗോവ ക്യാപ്ചർ ചെയ്തതിനു ശേഷമാണ് ഗോവ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ ക്യാപിറ്റലായി മാറുന്നത്. ഹി എൻകറേജ്ഡ് ഹിസ് കൺട്രിമെൻ ടു മാരി ഇന്ത്യൻ വിമൺ. ഈ അൽഫോൺസോ ഡി ആൽബുക്കർക്കാണ് അദ്ദേഹത്തിന്റെ കൺട്രിമെനെ ഇന്ത്യയിലെ സ്ത്രീകളെ വിവാഹം കഴിച്ച് ഇവിടെ സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ എൻകറേജ് ചെയ്തത്. ഹി ഹാഡ് ക്ലോസ് റിലേഷൻ വിത്ത് ദ വിജയനഗര എംപയർ. അൽഫോൺസോ ഡി ആൽബുക്കർക്കിന് വിജയനഗര എംപയറുമായിട്ട് ക്ലോസ് റിലേഷൻ ഉണ്ടായിരുന്നു. ഹൗവർ ദ പോർച്ചുഗീസ് ഡിക്ലൈൻഡ് ഇൻ ഇന്ത്യ ബൈ ദ എൻഡ് ഓഫ് ദ 16th century. 16ാം നൂറ്റാണ്ട് അവസാനിച്ചപ്പോഴത്തേക്കും പോർച്ചുഗീസിന്റെ സുപ്രീമസി ഇന്ത്യയിൽ അവസാനിച്ചു. ദ പോർച്ചുഗീസ് സെറ്റിൽമെന്റ് ഇൻ ഇന്ത്യ വെയർ. ഇന്ത്യയിലെ പോർച്ചുഗീസ് സെറ്റിൽമെന്റ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഗോവ, ദാമൻ, ദിയു ആൻഡ് സാൽസെറ്റെ. ഇത്രയും സ്ഥലങ്ങളായിരുന്നു ഇന്ത്യയിലെ പോർച്ചുഗീസ് സെറ്റിൽമെന്റ്സ്. ഗോവ, ദാമൻ, ദിയു ആൻഡ് സാൽസെറ്റെ. ദേ വെർ നോൺ ആസ് ഫസ്റ്റ് ഫോറിൻ പവർ കെയിം ടു ഇന്ത്യ. ഇന്ത്യയിലെത്തിയ ആദ്യത്തെ ഫോറിൻ പവർ ആണ് പോർച്ചുഗീസുകാർ. അതുപോലെ തന്നെ ആൻഡ് ദ ലാസ്റ്റ് ഫോറിനേഴ്സ് ലെഫ്റ്റ് ഇന്ത്യ. ഇന്ത്യ വിട്ടുപോയ അവസാനത്തെ ഫോറിനേഴ്സും പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്ന് പോയത് 1961 എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ഓപ്പറേഷൻ വിജയ് ഗോവ ലിബറേഷന്റെ കോഡ് നെയിം ആണ്.
1961 ഡിസംബറിൽ ഗോവയെ പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനുശേഷം അവിടെ മിലിറ്ററി അഡ്മിനിസ്ട്രേഷൻ വരികയും കുഞ്ഞിരാമൻ പാലാട്ട് കണ്ടേത്ത് എന്ന വ്യക്തിയെ ഗോവയുടെ ലഫ്റ്റനന്റ് ഗവർണറായിട്ട് നിയമിക്കപ്പെടുകയും ചെയ്യുകയാണ് ഉണ്ടായത്. വീണ്ടും നമ്മൾ വാസ്കോഡഗാമയിലേക്ക് പോവുകയാണ്. വാസ്കോഡഗാമ ഡൈഡ് ഓൺ 24 ഡിസംബർ 1524 ഇൻ കൊച്ചി. കൊച്ചിയിൽ വെച്ചാണ് വാസ്കോഡഗാമ നിര്യാതനാവുന്നത്. 1524 ഡിസംബർ 24 അദ്ദേഹം മരണപ്പെടുന്നത്. അതുപോലെ തന്നെ വാസ്കോഡഗാമ സ്ക്വയർ സ്ഥിതി ചെയ്യുന്നത് കൊച്ചിയിലാണ്. വാസ്കോഡഗാമ കമാൻഡ് ചെയ്ത ഇന്ത്യയിലേക്ക് വന്ന നേവൽ ഷിപ്പിന്റെ പേരാണ് സാവോ ഗബ്രിയേൽ. അതുപോലെ തന്നെ വാസ്കോഡഗാമ ഇന്ത്യയിൽ 3 തവണ ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട്. വാസ്കോഡഗാമ ഇന്ത്യ 3 തവണ സന്ദർശിച്ചിട്ടുണ്ട്. ആദ്യം 1498, അതുപോലെ തന്നെ 1502, അതിനുശേഷം 1524 അദ്ദേഹം പോർച്ചുഗീസുകാരുടെ വൈസ്രോയി ആയിട്ടാണ് ഇന്ത്യയിൽ എത്തുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡച്ചുകാരെ കുറിച്ചാണ്. 1602 ദ യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് ദ നെതർലാൻഡ്സ് വാസ് ഫോംഡ്. 1602 ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ദ യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഓഫ് ദ നെതർലൻഡ് സ്ഥാപിതമാകുന്നത്. ദ എസ്റ്റാബ്ലിഷ് ദയർ സെറ്റിൽമെന്റ് അറ്റ് മസൂലിപട്ടണം. ഡച്ചുകാർ അവരുടെ സെറ്റിൽമെന്റ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തത് മസൂലി പട്ടണത്താണ്. പിന്നെ പുലിക്കാട്ട് വാസ് ദയർ മെയിൻ സെന്റർ ഇൻ ഇന്ത്യ ആൻഡ് ലേറ്റർ ഇറ്റ് വാസ് റീപ്ലേസ്ഡ് ബൈ നാഗപട്ടണം. പുലിക്കാട്ടായിരുന്നു അവരുടെ മെയിൻ സെന്റർ, ഇന്ത്യയിലെ മെയിൻ സെന്റർ. അതിനുശേഷം നാഗപട്ടണം അതിനെ റീപ്ലേസ് ചെയ്യുകയുണ്ടായി. വളരെ പ്രധാനപ്പെട്ട ഒരു ഡച്ചുകാരുടെ കാര്യം പറയുമ്പോൾ വാൻഗോയിൻസ് ഗവർണർ ജനറൽ ഓഫ് ഡച്ച് ക്യാപ്ചേർഡ് കൊച്ചി. വാൻഗോയിൻസ് എന്ന് പറയുന്ന ഡച്ചുകാരുടെ ഗവർണർ ജനറൽ കൊച്ചി കീഴടക്കി. പേരുകളൊന്നും മറന്നു പോകരുത്. വാൻഗോയിൻസ് ഗവർണർ ജനറൽ ഓഫ് ഡച്ച് ക്യാപ്ചേർഡ് കൊച്ചി. ബൈ 1663 they had built ഫോർട്ട് വില്യംസ്. 1663 ആയപ്പോഴത്തേക്കും അവർ ഫോർട്ട് വില്യംസ് പണികഴിപ്പിച്ചു. അതുപോലെ തന്നെ ആൻഡ് ഡിസ്ട്രോയ്ഡ് ദ ജെസ്യൂട്ട് കോളേജ് ആൻഡ് മെനി റോമൻ കാത്തലിക് ചർച്ചസ് എക്സെപ്റ്റ് ഫോർ സെന്റ് ഫ്രാൻസിസ്. സെന്റ് ഫ്രാൻസിസ് ചർച്ച് ഒഴിച്ച് ബാക്കി എല്ലാ റോമൻ കാത്തലിക് ചർച്ചസും ജെസ്യൂട്ട് കോളേജസും ഒക്കെ ഇവര് നശിപ്പിച്ചു കളഞ്ഞു, ഇവര് ഡിസ്ട്രോയ് ചെയ്ത് കളഞ്ഞു. ബോൾഗട്ടി പാലസസ് പണികഴിപ്പിച്ചത് ഡച്ചുകാരാണ്. അതുപോലെ തന്നെ മട്ടാഞ്ചേരിയിൽ ഡച്ച് പാലസ് പണികഴിപ്പിച്ചതും ഈ ഡച്ചുകാരാണ്. ദ ആംഗ്ലോ ഡച്ച് റിവാൾറി ലാസ്റ്റഡ് ഫോർ അബൌട്ട് 7 decades, ഡ്യൂറിംഗ് വിച്ച് പീരീഡ് ദ ഡച്ച് ലോസ്റ്റ് ദെയർ സെറ്റിൽമെന്റ് ഇൻ ദ ബ്രിട്ടീഷ്. ഈ ബ്രിട്ടീഷുകാരും ഡച്ചുകാരും തമ്മിലുള്ള റിവാൾറി 7 decadesോളം നിലനിന്നിരുന്നു. അതിനുശേഷം ഡച്ചുകാർക്ക് അവരുടെ ഇവിടുത്തെ സെറ്റിൽമെന്റ്സ് ഒക്കെ ബ്രിട്ടീഷുകാരുടെ മേൽ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ഇപ്പൊ ഡച്ചുകാരുടെ കാര്യവും കഴിഞ്ഞു. അടുത്തത് ഇംഗ്ലീഷുകാരെ കുറിച്ചാണ്. നമുക്ക് ഇംഗ്ലീഷുകാരുടെ അഡ്വൻസിനെ കുറിച്ചാണ് നമുക്ക് പറയാനുള്ളത്. ഡിസംബർ 31, 1600 ഡിസംബർ 31 Queen Elizabeth of London granted a royal charter to a large body of merchants who formed a new trading company under the name of the Company of Merchants of London, trading into the East Indies. 1600 ഡിസംബർ 31 ക്യൂൻ എലിസബത്ത് പെർമിഷൻ കൊടുത്തു ഒരു ബോഡി ഓഫ് മെർച്ചന്റ്സിന്. അവരൊരു പുതിയ ട്രേഡിംഗ് കമ്പനി തുടങ്ങിയിരുന്നു. ആ ട്രേഡിംഗ് കമ്പനിയുടെ പേരാണ് ദ കമ്പനി ഓഫ് മെർച്ചന്റ്സ് ഓഫ് ലണ്ടൻ ട്രേഡിംഗ് ഇൻ ടു ദ ഈസ്റ്റ് ഇൻഡീസ്. Between 1601 and 1613, merchants of this company, later known as John Company, made so much voyages to India. ഇന്ത്യയിലേക്ക് 1601 1613 ഇടയ്ക്ക് ഈ കമ്പനി ഒരുപാട് വോയേജസ് നടത്തി. ഇതിന്റെ മറ്റുള്ള പേരുകൾ ജോൺ കമ്പനി എന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നും ആണ്. അതായത് കമ്പനി ഫോം ചെയ്തപ്പോൾ ഒറിജിനലി അതിന്റെ നെയിം ദ കമ്പനി ഓഫ് മെർച്ചന്റ്സ് ഓഫ് ലണ്ടൻ ട്രേഡിംഗ് ഇൻ ടു ദ ഈസ്റ്റ് ഇൻഡീസ് എന്നാണ്. ഇതിന്റെ മറ്റുള്ള പേരുകൾ ജോൺ കമ്പനി എന്നും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എന്നും ഒക്കെയാണ്. അതുപോലെ തന്നെ 1609 ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് came to the court of Jahangir to seek permission to establish a British presence in India. ഇന്ത്യയിലെ ബ്രിട്ടീഷ് പ്രസൻസ് അല്ലെങ്കിൽ ഇന്ത്യയിൽ ഒരു ഫാക്ടറി പണിയാൻ പെർമിഷൻ ചോദിച്ചുകൊണ്ട് വില്യം ഹോക്കിൻസ് 1609 ജഹാംഗീറിന്റെ കോർട്ടിൽ വന്നു. പക്ഷേ മെറ്റ് വിത്ത് ഫെയിൽവർ. ജഹാംഗീർ അതിന് പെർമിഷൻ കൊടുത്തില്ല. 1613 ജഹാംഗീർ ഇവർക്ക് സൂററ്റിൽ ഫാക്ടറി നിർമ്മിക്കാനുള്ള ഫർമാൻ ഇഷ്യൂ ചെയ്തു. സർ തോമസ് റോ കെയിം ടു ഇന്ത്യ ആസ് ആൻ അംബാസിഡർ അറ്റ് ദ കോർട്ട് ഓഫ് ജഹാംഗീർ. ജഹാംഗീറിന്റെ കോർട്ടിൽ ബ്രിട്ടീഷ് അംബാസിഡർ ആയിട്ട് സർ തോമസ് റോ വന്നെത്താണ്. അപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ട്. ജഹാംഗീറിന്റെ
കാലത്ത്, അതായത് ജഹാംഗീറിന്റെ ഭരണകാലത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അംബാസിഡർമാരല്ല, ജഹാംഗീറിന്റെ കോർട്ട് സന്ദർശിച്ച ബ്രിട്ടീഷ് അംബാസിഡേഴ്സ് എന്ന് തന്നെ പറയാം. ബ്രിട്ടീഷ് അംബാസിഡേഴ്സ് ആയിരുന്നു ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസും അതുപോലെ തന്നെ സർ തോമസ് റോയും. അപ്പം അങ്ങനെ ഈ സർ തോമസ് റോ കുറച്ച് പെർമിഷൻ ജഹാംഗീറിന്റെ കയ്യിൽ നിന്ന് ട്രേഡിംഗ് ഫാക്ടറീസ്, അതായത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഫാക്ടറീസ് നിർമ്മിക്കാനുള്ള പെർമിഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ അതുപോലെ തന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അക്വയർഡ് ബോംബെ ഫ്രം ചാൾസ് സെക്കൻഡിന്റെ കയ്യിൽ നിന്നും ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബോംബെ അക്വയർ ചെയ്യുന്നു. അതുപോലെ തന്നെ 1639 ഫ്രാൻസിസ് ഡേ, പേര് മറന്നു പോകരുത്, ഫ്രാൻസിസ് ഡേ ഫൗണ്ടഡ് ദ സിറ്റി ഓഫ് മദ്രാസ് സിറ്റി 1639 പണി കഴിപ്പിച്ചത് അല്ലെങ്കിൽ സ്ഥാപിച്ചത് ഫ്രാൻസിസ് ഡേ ആണ്. വേർ ദ ഫോർട്ട് സെന്റ് ജോർജ് വാസ് ബിൽറ്റ്, അവരവിടെ സെന്റ് ജോർജ് ഫോർട്ട് എന്നൊരു ഫോർട്ട് ബിൽറ്റ് ചെയ്തു. ബ്രിട്ടീഷുകാർ മദ്രാസിൽ സെന്റ് ജോർജ് ഫോർട്ട് എന്നൊരു ഫോർട്ട് ബിൽറ്റ് ചെയ്തു 1639. അതുപോലെ തന്നെ 1690 ആൻ ഇംഗ്ലീഷ് ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് എ പ്ലേസ് കാൾഡ് സത്തുനുതി എന്ന് പറയുന്ന ഒരു പ്ലേസിൽ ജോബ് ചാർനോക്ക് ഒരു ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തു. ലേറ്റർ ഇറ്റ് ഡെവലപ്ഡ് ഇൻ ടു ദ സിറ്റി ഓഫ് കൽക്കട്ട, അത് പിന്നീട് ഡെവലപ്പ് ചെയ്തത് എന്താണ്, കൽക്കട്ട നഗരമായിട്ടാണ് അത് പിന്നീട് ഡെവലപ്പ് ചെയ്ത് വന്നത്. വെയർ ഫോർട്ട് വില്യം വാസ് ബിൽറ്റ്, അവിടെയാണ് അവർ ഫോർട്ട് വില്യം പണി കഴിപ്പിച്ചത്. അങ്ങനെ ബോംബെ, മദ്രാസ് ആൻഡ് കൽക്കട്ട ബിക്കെയിം 3 പ്രസിഡൻസി ടൗൺസ് ഓഫ് ദ ഇംഗ്ലീഷ് സെറ്റിൽമെന്റ് ഇന്ത്യ. അങ്ങനെയാണ് ബോംബെയും മദ്രാസും കൽക്കട്ടയും ബ്രിട്ടീഷുകാരുടെ പ്രധാനപ്പെട്ട 3 പ്രസിഡൻസി ടൗൺസ് ആയി മാറിയത്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട 3 പ്രസിഡൻസി ടൗൺസ് ആയി മാറിയത്. മനസ്സിലായല്ലോ? അവര് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ചാൾസ് സെക്കൻഡിന്റെ കയ്യിൽ നിന്ന് ബോംബെ അക്വയർ ചെയ്യുന്നു. 1639 ഫ്രാൻസിസ് ഡേ സിറ്റി ഓഫ് മദ്രാസ് ഫൗണ്ട് ചെയ്യുന്നു. അവരവിടെ സെന്റ് ജോർജ് ഫോർട്ട് പണികഴിപ്പിക്കുന്നു. അതുപോലെ തന്നെ 1690 ജോബ് ചാർനോക്ക് സത്നുതി എന്ന് പറയുന്ന സ്ഥലത്ത് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അത് പിന്നീട് കൽക്കട്ട സിറ്റിയായിട്ട് ഡെവലപ്പ് ചെയ്യുകയും അവരവിടെ ഫോർട്ട് വില്യം സ്ഥാപിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ബോംബെ, മദ്രാസ് ആൻഡ് കൽക്കട്ട എന്നുള്ള 3 പ്രസിഡൻസി ടൗൺസ് ബ്രിട്ടീഷുകാരുടെ ഇന്ത്യയിലെ സെറ്റിൽമെന്റ്സ് ആയി മാറുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് പറയാനുള്ളത് ഫ്രഞ്ച് ആണ്. ഫ്രഞ്ചുകാരെ കുറിച്ചാണ്. ദ ഫസ്റ്റ് ഫ്രഞ്ച് ഫാക്ടറി വാസ് എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് സൂററ്റ് ബൈ ഫ്രാങ്കോയിസ് കാരൻ ആണ് ഫസ്റ്റ് ഫ്രഞ്ച് ഫാക്ടറി സൂററ്റിൽ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഫ്രാങ്കോയിസ് മാർട്ടിൻ ഫൗണ്ടഡ് പോണ്ടിച്ചേരി ഇൻ 1673 ഫ്രാങ്കോയിസ് മാർട്ടിൻ എന്ന് പറയുന്ന ആള് പോണ്ടിച്ചേരി സ്ഥാപിക്കുന്നു. അതർ ഫ്രഞ്ച് ഫാക്ടറീസ് ഇൻ ഇന്ത്യ വെയർ, ഇന്ത്യയിലെ മറ്റുള്ള ഫ്രഞ്ച് ഫാക്ടറീസ് അല്ലെങ്കിൽ ഫ്രഞ്ച് സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത് ചന്ദ്രനഗൂർ, മാഹി ആൻഡ് കാരക്കൽ എന്നിവയാണ്. അതുപോലെ തന്നെ ഇനി ഫ്രഞ്ചുകാരെ കുറിച്ച് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഫ്രാങ്കോയിസ് മാർട്ടിൻ വാസ് ദ ഫസ്റ്റ് ഗവർണർ ഓഫ് പോണ്ടിച്ചേരി. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഫ്രഞ്ചുകാരെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഫ്രഞ്ചുകാർ ഫസ്റ്റ് ഫാക്ടറി എസ്റ്റാബ്ലിഷ് ചെയ്തത് സൂററ്റിലാണ്. അത് ഫ്രാങ്കോയിസ് കാരൻ ആണ് സ്ഥാപിച്ചത്. ദെൻ ഫ്രാങ്കോയിസ് മാർട്ടിൻ പോണ്ടിച്ചേരി സ്ഥാപിച്ചു 1673. അതുപോലെ തന്നെ മറ്റുള്ള ഫ്രഞ്ച് സെറ്റിൽമെന്റ്സ്, ഇന്ത്യയിലെ മറ്റുള്ള ഫ്രഞ്ച് സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത് ചന്ദ്രനഗർ, മാഹി ആൻഡ് കാരക്കൽ എന്നിവയാണ്. ഫ്രാങ്കോയിസ് മാർട്ടിൻ ആയിരുന്നു ഫസ്റ്റ് ഗവർണർ ഓഫ് പോണ്ടിച്ചേരി. ഇങ്ങനെ ഈ 4 പേര്, അതായത് പോർച്ചുഗീസുകാര്, ഡച്ചുകാര്, ഇംഗ്ലീഷുകാര്, ഫ്രഞ്ചുകാര്, ഇങ്ങനെ 4 പേരാണ് ഇന്ത്യയിലേക്ക് അഡ്വന്റ് ചെയ്ത യൂറോപ്യൻസ്. തുടർന്നുള്ള ക്ലാസ്സുകളിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഇതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിട്ടുള്ള നോട്ട്സ് കൂടി വായിച്ച് മനസ്സിലാക്കുക. താങ്ക് യു.